അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അവർ എപ്രകാരമുള്ള സാഹചര്യത്തിലായിരുന്നു? ശരീരം മുഴുവൻ പ്രഹരമേറ്റ് ഒരു ഭാഗം പോലും പൊട്ടിപ്പൊളിയാത്തതിൽ ഈ കൊടിയ വേദനയുടെ സമയത്ത് പൗലോസ്ലീഹായും സീലാസിനെ ഫിലിപ്പി കാരാഗൃഹത്തിനുള്ള ഉള്ളറയിലേക്ക് തള്ളിയിടുകയാണ്. മാനുഷികമായി പറഞ്ഞാൽ ഒരു കൊടിയ പ്രതിസന്ധിയിലും കഠിനമായ സഹനത്തിന്റെ മധ്യയാണ് ഇവര് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. മറ്റ് തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഉച്ച സ്വരത്തിലാണ് ഇവർ ദൈവമായ കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിച്ചു കൊണ്ടിരുന്നത്. കഠിനമായ സഹനത്തിന്റെ തീച്ചൂളയുടെ അനുഭവത്തിൽ അവർ ആയിരിക്കുമ്പോഴാണ് എല്ലാം മറന്ന് ആ പാതിരാ സമയത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവിന് എന്താണ് നമ്മോട് പറയാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് തീച്ചൂളയുടെ അനുഭവങ്ങളുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരകൾ, ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒരുപാട് നീറുന്ന അനുഭവങ്ങളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതിന് നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? പരാതി പറഞ്ഞും പിറുപിറുത്തും ന്യായീകരിച്ചും കുറ്റം പറഞ്ഞും പരദൂഷണം പറഞ്ഞും ശപിച്ചും പ്രാപിയും പിറുപിറുത്തും നമ്മുടെ ജീവിതം തീർക്കുവാനും അല്ലെങ്കിൽ നരകതുല്യമായി ജീവിക്കുവാനുമല്ല പരിശുദ്ധ വചനം നമ്മോട് പറയുന്നത്. ഇതിന്റെ എല്ലാം നടുവിൽ മനം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുവാനുള്ള ഒരു സമർപ്പണം പ്രിയ ദൈവത്തിന്റെ പൈതലെ നിനക്കുണ്ടോ?